എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോളേ നമ്മൾ ഇന്നൊരു ചക്ക വരകി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാരിനോട് ചോദിച്ചിരുന്നു, താത്ത നിങ്ങൾ എന്താണ് ചക്ക വരകണത്? അപ്പോൾ വീഡിയോ ഇടി ഒരുപാടായി പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അതിന് കൂടിയത് കേട്ടോ. അപ്പോൾ കുറേ പഴുത്ത ചക്ക കിട്ടിയിരിക്കണം. ഇതല്ല കേട്ടോ, ഇത് പിന്നെ നല്ലോണം പഴുത്തിട്ടില്ല. നമ്മളെപ്പോഴും ചക്ക വരകി വെക്കാൻ നല്ലോണം പഴുത്ത ചക്കയാണ് നല്ലത്. ഇതൊന്നും ഒരു പുളിപ്പ് രസമായിട്ടുള്ളൂ കേട്ടോ, ഇത് നല്ലോണം പഴുത്തിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നാണ് ജസ്റ്റ്. അപ്പോൾ നല്ലോണം പഴുത്ത ചക്ക ഉണ്ട് ഇവിടെ. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. വീട്ടിൽ പിന്നെ പ്ലാവുമ്പോൾ നിറച്ച് ചക്ക ഉണ്ട്, അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒക്കെ പഴുക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതുകൊണ്ട് നമുക്ക് ചക്ക വരകി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ചക്ക ഉപയോഗിക്കാമല്ലോ. പിന്നെ കുറേ ആൾക്കാർക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ പുറത്തേക്ക് കൊടുത്തിരുന്നു, പൈസക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഗൾഫിലുള്ള ആൾക്കാർക്കൊന്നും ചക്ക കിട്ടൂലല്ലോ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ക്യാഷിന് കൊടുത്തിരുന്നു. ഇപ്രാവശ്യം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മളിൽ നിന്ന് 1.5 കിലോനൊക്കെ കൊടുക്കാൻ ഉണ്ട് കേട്ടോ. വരകിയത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൊടുക്കും. പിന്നെ എങ്ങനെയാണ് ഈ ചക്ക വരകുക, അത് കേട് വരൂലേ എന്നൊക്കെ എല്ലാവർക്കും പല സംശയങ്ങളാണ്. അപ്പോൾ നമ്മൾ ചക്ക വരകിയിട്ട് നമ്മൾ ശർക്കരയും നെയ്യൊക്കെ ഇട്ടിട്ടാണ് ചക്ക വരകുന്നത്. പുറത്ത് വെക്കാം, നമുക്ക് കേട് വരാതെ നമ്മൾ നല്ലോണം വെള്ളം വറ്റിച്ചെടുത്ത് വരകിയാണ് വെക്കുകയാണ്. ടിന്നിലിട്ട് അടച്ച് വെച്ചാൽ ഒരിക്കലും നമ്മൾ വരകിയ ചക്ക കേട് വരില്ല. അങ്ങനത്തെ രീതിയിലാണ് വരകണത്. അപ്പോൾ അത് അറിയണമെങ്കിൽ എല്ലാവരും പോന്നോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോനെ ചക്കയൊന്നും ഇല്ലെങ്കിലും കുറച്ച് ചക്ക, ഇനിയിപ്പോൾ ഒരു ചക്ക കിട്ടിയാലും ഒരു ചക്കൻ്റെ മുറി കിട്ടിയാലും അതൊക്കെ നമുക്ക് വരകി എടുത്തേക്കാം. പിന്നെ നമ്മൾ ചക്ക പഴുത്തത് വരകി വെക്കുമ്പോൾ എത്ര കുറേ ഉണ്ടെങ്കിലും അത് വരകി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, മെനക്കെടാൻ ഉണ്ടാവില്ല. അപ്പോൾ 1-2 ചക്കയൊക്കെ വരകുകയാണെങ്കിൽ അതാവും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും എടുത്തൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചക്ക പഴുത്തത് അരിഞ്ഞ് അത് പിന്നെ മിക്സിയിൽ അരച്ച് വരകിയൊക്കെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേനും കുറച്ചേ ഉണ്ടാവുള്ളൂ. 2 കിലോനാണെങ്കിലും വരകി വരുമ്പോഴത്തേനും അത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വരി, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും വരി, നമുക്ക് ചക്ക എങ്ങനെയാണ് പഴുത്ത ചക്ക വരകി വെക്കുന്നത് കുറേ കാലം കേട് കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കൊന്നും വേണ്ട, പുറത്ത് വെക്കേണ്ട രീതിയിൽ തന്നെ അതെങ്ങനെയാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും വരി. അപ്പോൾ അതാ ഞാൻ 2 വലിയ ചക്ക ഞാൻ കുഞ്ഞാണിയൊക്കെയും കൂടി നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള തേൻ വരിക്ക ചക്ക. അപ്പം 4 കിലോ ഉണ്ടാവും ഈ നുറുക്കിയത് മാത്രം. ഇതിക്ക് 1.5 കിലോ ശർക്കരയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ 1.5 കിലോ ശർക്കരയ്ക്ക് നല്ലോണം വെള്ളം പാർന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ നല്ലോണം വെള്ളം പാർന്ന് ഉരുക്കിയെടുത്തിട്ട് ആ വെള്ളമൊക്കെയും പാർന്നിട്ട് വേണം നമ്മളെ ശർക്കര വേവിച്ചെടുക്കാനും പിന്നെ അത് വഴറ്റിയെടുക്കാനും. അപ്പോഴുള്ളൂ നമ്മളെ ചക്ക വരകിയത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക, കേട് വരാതെ ഇരിക്കും ചെയ്യാം. കുറച്ച് വെള്ളത്തിലൊക്കെ വരകിയെടുത്ത് വേവിച്ച് വെച്ചാൽ ചക്ക വരകിയത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ അത് നല്ലോണം കുറച്ച് തോനെ വെള്ളം ഒഴിച്ചെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ 4 കിലോ ചക്കയ്ക്ക് 1.5 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശർക്കര നല്ലോണം ഉരുകി വന്നിട്ട് നമ്മൾ നുറുക്കി വെച്ച ചക്ക ഒരു കുക്കറിലിട്ട് ചക്കര വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനൊക്കെ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ 4 കിലോ നുറുക്കിയത് കുക്കറിൽ കൊള്ളൂല. അപ്പം ഞാൻ കുറച്ചിട്ട് ഇങ്ങനെ ഒന്ന് തീ കൊടുത്ത് ഒന്നിങ്ങനെ ചാമ്പി വരുമ്പോൾ പിന്നെ അതിക്ക് ഇങ്ങനെ ഇട്ട് അമർത്തി കുക്കർ അടക്കണ്ട, എന്നാലല്ലേ അപ്പോൾ വിസിൽ വരുള്ളൂ. അപ്പോൾ ഇതിലേറെ വലിയ കുക്കറില്ല, 2 കുക്കറിലോട്ട് വേവിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വിചാരിച്ച്. അപ്പോൾ ഇതാ കുക്കർക്ക് നമ്മൾ ചക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് അടിയിൽ തിളച്ചത് തള മേലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ബാക്കി എന്ത് ചെയ്യുക, നമുക്ക് വരകുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലോണം മൂടി വെച്ചിട്ട് 2 വിസിൽ വന്നാൽ നമ്മളെ ചക്ക വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, ചക്ക വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ്. അങ്ങനെ ഇത് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യുക, അരച്ചെടുക്കുക. ഫൈനായിട്ട് മിക്സിൻ്റെ ജാറിൽ അരച്ചങ്ങോട്ട് എടുക്കുക കേട്ടോ.
അരച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇത് വരകണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ മിക്സിൻ്റെ ജാർ എന്ത് ചെയ്യണം, നനവുണ്ടാവാൻ പാടില്ല, നല്ലോണം കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയ മിക്സിൻ്റെ ജാറാകണം. അതുപോലെ തന്നെ ഈ ഒഴിച്ച് വെക്കുന്ന പാത്രം വെയിലത്ത് വെച്ച് ഉണക്കണം. അതിലൊന്നും വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടാവാൻ പാടില്ല. കാരണം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ ചക്ക വരകിയത് കേടുവരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കണ്ട പാത്രം, ഈ കോരണ, ഈ അരിപ്പി എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയിരിക്കുന്നത്. ഇതിലൊന്നും വെള്ളത്തിൻ്റെ ഈർപ്പല്ല. വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടെങ്കിൽ നമ്മളെ ചക്ക വരകിയത് പൂത്ത് കേടന്ന് പോകും. കഴിഞ്ഞ കൊല്ലം ഞാൻ ഒരാൾക്ക് വരകി കൊടുത്തത് പൂത്തു താത്താന്ന് പറഞ്ഞു എന്നോട് കേട്ടോ. അപ്പം അത് പൂത്തത് എന്താണെന്നറിയോ, നമ്മൾ ഓൽക്ക് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ വെള്ളമൊന്നും ഈർപ്പമൊന്നും ഇല്ലാതെ നമ്മൾ വരകി കൊടുക്കും. പക്ഷെ ഓലെന്ത് ചെയ്യും, അത് നനവുള്ള കയ്യിലുകൊണ്ട് നമ്മൾ വിചാരിക്കും കയ്യിൽ വെള്ളം എന്നിട്ട് ടവലോട്ടൊക്കെ ഒന്ന് തുടക്കും. പക്ഷെ ആ വെള്ളത്തിൻ്റെ ഈർപ്പം ആ കയ്യിലുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മളെ ചക്കിക്ക് അതിടുമ്പോൾ അത് നമ്മളെ ചക്കയിൽ പൂപ്പൽ വരും. എങ്ങനെയാ ചക്കയിൽ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം, ആ സ്പൂണിൻ്റെ തണുപ്പ് ഉണ്ടാവും. അതുകൊണ്ട് കേടുവന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേട് വരാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ അരച്ചെടുക്കണ മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളൊക്കെ വെയിൽ കൊള്ളിച്ച് നല്ലോണം ഉണക്കണം. അതുപോലെ ഇതിലിടുന്ന കയ്യിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കണ ചട്ടി, ചെമ്പട്ടി, ഇതൊക്കെ വെയിലത്ത് വെച്ച് ചൂടാക്കുക. അപ്പോൾ വെയിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ച് ഗ്യാസും വെച്ചൊന്ന് ഉണക്കി ചൂടാക്കി എടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതിന് മെനക്കെടാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അടച്ച് വെക്കുകയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് വല്ല പൊടിയോ പാറ്റയൊക്കെ ചാടിയാലോ വിചാരിച്ച്. അപ്പോൾ ചട്ടി നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി, ഇതുപോലല്ലേ നല്ല ഇരുമ്പിൻ്റെ ചട്ടി വേണം കേട്ടോ. ചക്ക വരകാണ്, എന്നാലുള്ളൂ നമ്മൾ വരകിയത് ഒത്ത് കിട്ടുക. അലുമിനിയൻ്റെ ചെമ്പട്ടിയിലൊന്നും വരകിയിട്ട് കാര്യമില്ല, നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലൊന്നും വരകിയിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ വെച്ച് വരകണം. അപ്പോൾ ഞാനിതിലേക്ക് 250 നെയ്യാണ് കേട്ടോ ഈ 4 കിലോ ചക്കയ്ക്ക് വരകുമ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ആ നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മളെ ചക്ക വരകിയതൊക്കെ അരച്ചത് ഒക്കെ കണ്ടിട്ട് കൊടുത്തു. അപ്പം ഇങ്ങനെ ചട്ടിയിൽ കാണുമ്പോൾ ഇതിപ്പോൾ 4 കിലോ ചക്ക ഉണ്ടോയെന്ന് തോന്നൂല അല്ലേ. വെന്ത് നോക്കുമ്പോൾ പറ്റ ചുങ്ങി, പിന്നെ അത് അരച്ച് നോക്കുമ്പോൾ അതിലും ചുങ്ങി. ഇനി വരകി വരുമ്പോൾ ചട്ടീൻ്റെ ഒരു മൂലക്കൊരു ലേശം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ നെയ്യിൽ ഇതൊന്ന് ചൂടായില്ലേ. ഇനി നമുക്കിതിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഒഴിച്ച നെയ്യിൽ ഇതൊന്ന് ചൂടായതിന് ശേഷം കേട്ടോ ഇനി നമുക്ക് കുറേശ്ശെ ശർക്കര വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളെ ഒഴിച്ച് കൊടുക്കാൻ നെയ്യ് ഓരോ ടീസ്പൂണ്, ഈ 2 ടീസ്പൂൺ അങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ തുടങ്ങണം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായതിന് ശേഷം 1 മണിക്കൂർ തിളക്കണം. ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിൽ ഇത് നമ്മൾ മൂത്തുക്കും മേത്തുക്കും കയ്യുമ്മക്കും അതുപോലെ ഇങ്ങനെ ഈ വീതനമ്മ കൂടെ ഒക്കെ പൊട്ടി തെറിച്ച് വരും. അപ്പോൾ നമ്മളെ മേത്തേക്ക് ആതെ നോക്കണം, കാരണം നല്ലോണം പൊള്ളും കേട്ടോ. അത് തിളച്ച് മേത്തേക്കായാൽ അപ്പോൾ പൊള്ളലില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മേത്തേക്ക് തെറിച്ച് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. തീ നല്ലോണം കത്തിക്കരുത്, എന്നാൽ തീ കുറേശ്ശെ കത്തും വേണം. സാവധാനം വേണം നമ്മളെ ചക്കയിലുള്ള വെള്ളം നീര് വറ്റി കിട്ടാൻ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളാകെ പോകും. പെട്ടെന്ന് തീ കത്തിച്ച് പണിയെടുക്കാൻ നിന്നാൽ ചക്ക വരകിയത് ഒത്തു കിട്ടൂല, എടുത്ത് വെച്ചാൽ കേടുവരും. ഇനി നമുക്ക് ഇത് വറ്റണീനനുസരിച്ച് ചക്കയിലുള്ള വെള്ളം വറ്റണീനനുസരിച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് ഇളക്കി ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഇതൊരു 5-8 മണിക്കൂർ നമ്മളിത് ഇളക്കണം കേട്ടോ. അപ്പോൾ ഏതോ ഒരു നേരം ഇതിൻ്റെ ഇരുത്തന്ന് ഇളക്കൊന്നും വേണ്ട, എവിടെ കുറച്ച് നേരമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കുക, അതിനിടയ്ക്ക് വന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം പകൽ മൊത്തം വേണം കേട്ടോ ഇതിലുള്ള വെള്ളം വറ്റി കിട്ടണമെങ്കിൽ. അപ്പോൾ എനിക്കൊരു ദിവസം മുഴുവനും വേണ്ടി വന്നു ഇതൊന്ന് റെഡി ആയിട്ട് എടുക്കാൻ. അപ്പോൾ ഇതിത്തെ വെള്ളം നീരൊക്കെ വറ്റി ചട്ടി സെറ്റായി വന്നു. നെയ്യ് ഒഴിച്ചു കൊടുത്തു, പിന്നെ ഇളക്കി കൊടുത്തു. അപ്പോൾ ഇത് സൂപ്പറായിട്ട് അടിപൊളിയായി നല്ല ചക്കൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഈ ടൈമിൽ ഒരു ലേശം ഞാൻ തോണ്ടി വായിൽ വെച്ച് നോക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുണ്ടല്ലോ കുട്ടികൾക്ക് ഇതൊക്കെ എടുത്ത് ഒരു പ്ലേറ്റിൽ കുറച്ചാണ് വെച്ച് കൊടുത്താലുണ്ടല്ലോ അപ്പം തന്നെ അതിൻ്റെ ചിറ്റലാണ് തീർക്കും. കാരണം ഫുള്ളങ്ങോട്ട് തിന്ന് തീർക്കൂട്ടോല്, അത്രയും ടേസ്റ്റാണ് ഇത്.
അപാര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു വെള്ളത്തിൻ്റെ ഈർപ്പോ എവിടെ ഉണ്ടാവാൻ പാടില്ല, വെള്ളം തെറിക്കാൻ പാടില്ല. നല്ല ഉണങ്ങിയ പാത്രം കയ്യിൽ അതുപോലുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക, അതിലിടുക. അപ്പോൾ അതാ ഏകദേശമൊക്കെ നമ്മളെ ചക്ക കണ്ടോ ഇങ്ങനെ ഇതാക്കുമ്പോൾ ചട്ടിൻ്റെ അടി കാണാൻ തുടങ്ങി. നമ്മളെ ചക്ക വഴറ്റിയത് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ, വരകിയത്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിലേറെ ഒന്നും കൂടെ ആയാൽ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട പുറത്ത് തന്നെ വെക്കാം. ഇങ്ങനെ എന്നിട്ട് ചട്ടകത്തുമ്പോൾ ഇങ്ങനെ ചാടണം കേട്ടോ. കണ്ടോ, ഇതാണ് ആ ചക്കൻ്റെ മൂക്ക് പറയുന്നത്. ഇനി ഇത് ചൂടാറുമ്പോൾ ഇത് പാകമായിട്ട് വരും. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യുക, ഒരു ടിന്നിനകത്ത് മൂടി വെക്കട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണ പോലെ ചെയ്തുകൊണ്ട്. അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾ ചക്ക വരകിയത് ഇട്ടില്ലേ. പല വീഡിയോയിലെയും കമൻ്റ് ഉണ്ട്, ചക്ക വരകിയത് എന്താ ഇടാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി ചക്കയൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടുവന്ന് ഇത് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തിട്ട് 2 ദിവസമായി. അപ്പോൾ ഇന്നാണ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ടിന്നിക്കാക്കുക. അതിന് നമ്മൾ കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയ ടിന്നും ഉണക്കിയ ഒരു സ്പൂണും ആണ് ഇതിലിടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വോയിസ് കളഞ്ഞതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് വോയിസിൽ പറയുന്ന ചെയ്തിരുന്നു ഇതിൽ. കാരണം ഒരു വണ്ടി വന്നുങ്ങാണ്ട് അതിൽ കോപ്പിറൈറ്റ് പാട്ട്. അപ്പോൾ മ്യൂസിക് നമ്മളെ ഫോണിൽ കേട്ടാൽ പറ്റൂല, യൂട്യൂബിന് പറ്റൂല മ്യൂസിക്. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വോയിസ് കളഞ്ഞുങ്ങാണ്ട് ഇവിടെ വോയിസ് അവർ കൊടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ വരകി നോക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ചട്ടീൻ്റെ മൂലക്കൊക്കെ ലേശമുള്ളൂ. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു 1.5 കിലോ ചക്ക വരകിയത് എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ, വരകി വെച്ചത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് ഞാൻ തരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ കൊടുത്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതുപോലെ ഇപ്രാവശ്യം 2-3 കിലോ വരകിയത് എനിക്ക് കൊടുക്കാനുണ്ട്. നമുക്ക് ആവശ്യത്തിന് ക്യാഷും കിട്ടും. പിന്നെ ആവശ്യമുള്ളവർക്ക് ഇത് വരകി എടുത്തേക്കുക. നല്ല പണിയാണ്, ഒരു ദിവസത്തെ മെനക്കടലാണ്. അതുമാത്രമല്ല നെയ്യും ശർക്കരയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നമ്മൾ വാങ്ങണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് പൂക്കാതിരിക്കാൻ കുറച്ച് പഞ്ചസാര തൂവി കൊടുക്കട്ടോ. അപ്പോൾ പഞ്ചസാര നമുക്ക് എന്ത് ചെയ്യുക, ഈ പഞ്ചസാര ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പഞ്ചസാര അങ്ങോട്ട് തട്ടിക്കളഞ്ഞിട്ട് ഉപയോഗിക്കാൻ തുടങ്ങട്ടോ. അപ്പോൾ പിന്നെ പഞ്ചസാര കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പിന്നെ നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം വരകിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ വർഷം വരകിയതിന് ഒരു കേടും വന്നിട്ടില്ല, അതും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ പഞ്ചസാരൻ്റെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വിരൽ വെച്ചിട്ട് അമർത്തി ഇതങ്ങോട്ട് അടച്ച് വെക്കുക. പുറത്ത് തന്നെ വെക്കുക, ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ. കാരണം നമ്മൾ അത്രയും ക്ലിയർ ആയിട്ടാണ് വരകി എടുത്തിട്ടുള്ളത്. ഈർപ്പോ നനവോ ഒന്നുമില്ല, ചക്ക കേട് വരില്ല കേട്ടോ. അപ്പോൾ ഇത് തോണ്ടി കേട് വരുത്തരുത്, നനഞ്ഞ കയ്യിലൊന്നും ഇട്ട് തോണ്ടരുത്. ഇനി നമുക്ക് ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ചക്ക പിന്നെ ഇതിന് മുകളിലുള്ള പഞ്ചസാര തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, പഞ്ചസാര ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ പഞ്ചസാര തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അത് പൂപ്പൽ വരാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഞ്ചസാര നല്ലതല്ല, ശർക്കര നല്ലതല്ല, പക്ഷെ എന്നാലും നമ്മളിത് ശർക്കരയിലാണ് വരകിയിട്ടുള്ളത്. അപ്പൊ പഞ്ചസാരേനേക്കാൾ ഒന്നും നല്ലത് ശർക്കരയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ എടുത്ത് വെക്കട്ടോ, സെറ്റാക്കട്ടോ. അപ്പൊ മക്കളെ, ഇത് നമ്മളെ കഴിഞ്ഞ വർഷത്തെ ചക്ക വഴറ്റിയതാണ് കേട്ടോ. ഇപ്പൊ ഇത് നമ്മുടെ പുതിയതാണ്. ഇപ്പൊ നമ്മള് നിറച്ച് വെച്ചു, ശർക്കര ഫില്ല് ചെയ്ത് വെച്ചു. ഇപ്പൊ നമ്മൾ പഴയതാണ് കേട്ടോ. പഴയതാണ് പറഞ്ഞിട്ട് ഇത് ഒരു പഴക്കമല്ല, കളയൂല. അപ്പൊ നമ്മൾ ബാക്കിയുള്ളത് ഇതിൽ തന്നെയാണ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ചക്ക അത്രയും ഇഷ്ടമുണ്ടായിട്ടും പിന്നെ ഒന്നും അല്ല ഇത് ഉണ്ടാക്കുന്നത്. കാരണം ചക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചക്ക ഇല്ലാത്ത കാലത്ത് നമുക്ക് അതുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെയാണ് നമ്മൾ എത്രയും മെനക്കെട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ചക്കയിലൊക്കെ ധാരാളം നമുക്ക് കഴിക്കേണ്ട നാരുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പഴുത്ത ചക്കയൊന്നും കളയാതെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ഇതുകൊണ്ട് ചക്ക പായസം ഉണ്ടാക്കുക, ചക്ക പ്രഥമൻ ഉണ്ടാക്കുക, ചക്ക അപ്പം ചുട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ ചക്ക കൊണ്ട് തന്നെ ഉണ്ടാക്കട്ടോ.
അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.